പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ റജബ് 27-ാം രാവ് നാളെ മഗ്രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. മറ്റന്നാൾ വ്യാഴാഴ്ച അതിശ്രേഷ്ഠമായ മിഅ്റാജിൻ്റെ നോമ്പ് നമ്മൾ പിടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, വ്യാഴാഴ്ച നമ്മൾ മിഅ്റാജ് നോമ്പ് പിടിക്കുന്നു. ആ സമയത്ത് 4 നിയ്യത്തുകൾ നമുക്ക് വെക്കാൻ പറ്റും. 4 നോമ്പിൻ്റെ നിയ്യത്ത്. ഏതൊക്കെയാണ് ആ 4 നോമ്പിൻ്റെ നിയ്യത്ത്? പിന്നെ നിയ്യത്ത് വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ, അതാരും വിട്ടുപോകരുതേ. അത് വിട്ടുപോയാൽ പിന്നെ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടൂല. അപ്പോൾ ഏതാണ് ആ കാര്യമെന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്റുണ്ട്. അതുപോലെ തന്നെ 2-3 തസ്ബീഹുകളുണ്ട്. അതുപോലെ 3 ഇസ്മുകളുണ്ട്, 3 ദുആകളുണ്ട്. ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് പോയല്ലോ. ഒരുപാട് അത്ഭുതങ്ങൾ നബി തങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ആകാശം, 7 ആകാശവും കടന്നുപോയെന്നാണ്. ഓരോ ആകാശത്തിലും ഓരോരോ പ്രവാചകന്മാരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടിയെന്നാണ്. ഏതൊക്കെയാണ് ആ പ്രവാചകന്മാർ? ഒരാകാശത്ത് ചെന്നപ്പോൾ ഒരു നബിയെ കണ്ടു. ആ നബി വളരെ രസകരമായി അള്ളാഹുവിൻ്റെ റസൂലിനോടൊരു കാര്യം പറഞ്ഞു കൊടുത്തു. ഏതാണ് ആ കാര്യം? ഏതാണ് ആ പ്രവാചകൻ? ഇൻഷാ അല്ലാഹ് വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജുമായി ബന്ധപ്പെട്ട ചില രസകരമായ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. 3 ഇസ്മുകൾ ഇന്നു മുതൽ പതിവാക്കുന്നവരാണോ എങ്കിൽ നമ്മുടെ ജീവിതം അൽഹംദുലില്ലാഹ് റാഹത്താകും. 3 ഇസ്മുകൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ, അതുപോലെ തന്നെ അത് എത്ര പ്രാവശ്യം പറയണം, ഏത് സമയത്താണ് പറയേണ്ടത്, വിശദമായ ചർച്ച ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം വരെ കാണണേ. മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിത്തരുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ഖൈറാത്തുകൾ അള്ളാഹു നമുക്ക് എപ്പോഴും നൽകുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെയും നമ്മുടെയും എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം നൽകട്ടെ. എല്ലാ ഖൈറാത്തുകളും അള്ളാഹു നമുക്ക് അടുപ്പിച്ച് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റജബ് മാസം, അതിൻ്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. അതിപ്രധാനമായ റജബ് 27-ാം രാവ് നമ്മളിലേക്ക് വരികയാണ്. അതായത് നാളെ, ഇന്ന് ചൊവ്വാഴ്ച, നാളെ ബുധനാഴ്ച മഗ്രിബോടുകൂടി, നാളത്തെ മഗ്രിബോടുകൂടി 27-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മറ്റന്നാൾ വ്യാഴാഴ്ച പകൽ നമ്മൾ നോമ്പുകാരാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. എന്താണ് ഇസ്രാ, എന്താണ് മിഅ്റാജ്, എന്താണ് ഈ മിഅ്റാജ് നോമ്പിൻ്റെ അടിസ്ഥാനമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ്, അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല 50 വഖത്ത് നിസ്കാരം കൊടുത്തു. സമ്മാനമായി കൊടുത്തതാണ് അല്ലേ? ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ സമ്മാനങ്ങൾ ഇങ്ങോട്ട് തരും, നമ്മൾ അങ്ങോട്ട് സമ്മാനം കൊടുക്കും. എന്നതുപോലെ ഒരു സന്തോഷം നിലനിൽക്കാനും, ജീവിതത്തിൽ ഒരു ആ ഒരു സ്നേഹബന്ധം എന്നും നിലനിർത്താനുള്ള ഒരു വഴിയാണ് സമ്മാനങ്ങൾ പരസ്പരം കൈമാറുക. അങ്ങനെ അല്ലാഹു തആല ഒരു സമ്മാനം കൊടുത്തതാണ് 50 വഖത്ത് നിസ്കാരം. ആ 50 വഖത്ത് നിസ്കാരവുമായിട്ട് അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ വരുമ്പോഴാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. മൂസാ നബി ചോദിച്ചു, അള്ളാഹു എന്താണ് നബിയെ താങ്കൾക്ക് സമ്മാനമായി തന്നത്? 50 വഖത്ത് നിസ്കാരമാണ്. ഈ 50 വഖത്താണോ? ഈ 50 വഖത്ത് താങ്കളുടെ ഉമ്മത്തിന് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് കുറച്ച് തരാൻ പറയുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവമാണ്. അങ്ങനെ അള്ളാഹിൻ്റെ ഹബീബ് പോയി അള്ളാഹിൻ്റെ അടുക്കൽ ചെന്നു, കുറച്ച് തരാൻ പറഞ്ഞു. 50 25 പിന്നെ 15 പിന്നെ 10 പിന്നെ 5 5 വഖത്ത് നിസ്കാരമാണ് അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ 50 വഖത്തിൽ നിന്നും 5 വഖത്താക്കി അള്ളാഹു തആല ചുരുക്കി നൽകി. അത് വലിയൊരു അനുഗ്രഹമാണ്. സാധാരണ യുക്തിവാദികളൊക്കെ ഈ ഇസ്രാ മിഅ്റാജൊക്കെ വെറുതെ ആ ഒരു സംഭവമേ ഇല്ല, അതൊക്കെ വെറുതെ ആരോ പടച്ചു വിട്ടതാണ് എന്നൊക്കെ പറയാറുണ്ട്. അവർക്ക് അള്ളാഹിനെ തന്നെ വിശ്വാസമില്ല, പിന്നെ ഇസ്രാ മിഅ്റാജ് വിശ്വസിക്കുമോ? അവരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനീ പറയുന്നത് എൻ്റെ മുഅ്മിനീങ്ങളോടാണ്. മുഅ്മിനീങ്ങളാണ് ഇത് കേൾക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ
ചില കാര്യങ്ങൾ നമ്മൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്, പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ്, നമുക്കറിയാം നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണെന്ന്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ നമ്മുടെ എല്ലാ വഖത്ത് നിസ്കാരങ്ങളും ഖളാ ആയി പോകാൻ പാടില്ല, ഖളാ ആയി പോവാതെ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ അതിൻ്റെ കൂടെ നമ്മൾ നിർവഹിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ചില ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ വലിയ ശ്രേഷ്ഠത, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ ദിക്ർ ചെയ്യുന്ന ആളുകൾക്കുള്ള ചില പ്രതിഫലങ്ങൾ കണ്ടു എന്നാണ്. ദിക്ർ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം. ചില സ്ഥലങ്ങളിൽ അല്ലാഹു തആല സുന്നത്ത് നിസ്കാരം കൃത്യമാക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലം കണ്ടു എന്നാണ്. അപ്പോൾ ഈ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഈ മിഅ്റാജ് രാവിലും പകലിലും അതല്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയ കുറച്ച് ദിക്റും ദുആയൊക്കെ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന്. അത് പൂർണ്ണമായ രൂപമാണ്, അത് പറയാം. പിന്നെ ഇസ്തിഗ്ഫാർ പറയുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതോടൊപ്പം തന്നെ ഈ ഇസ്രാ മിഅ്റാജ് റജബ് 27 റജബിൻ്റെ 3-ാമത്തെ പത്തിലാണല്ലോ അല്ലേ, നമ്മളിപ്പോൾ 3-ാമത്തെ പത്തിലാണ്. 3-ാമത്തെ പത്തിൽ നമ്മൾ പറയുന്ന അതിശ്രേഷ്ഠമായ ദിക്റാണല്ലോ സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന ദിക്ർ അല്ലേ. അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മിനോട് ചേർത്ത് നമ്മൾ പറയുന്ന അതിശ്രേഷ്ഠമായ ഒരു ദിക്റാണ്. അപ്പോൾ ആ ഒരു ദിക്ർ നമ്മൾ പ്രത്യേകം പറഞ്ഞാൽ വലിയ കൂലിയുണ്ട്. അതോടൊപ്പം തന്നെ സ്വലാത്തുകൾ, അറിയാവുന്ന സ്വലാത്തുകൾ, ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടാവും, താജു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ, അറിയാവുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കുക. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ അല്ലേ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെയല്ലേ കണ്ടത് അല്ലേ, സ്വർഗത്തിലൂടെ മുഴുവൻ സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ ആ സ്വർഗത്തിൻ്റെ താക്കോൽ മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോൽ 2 കാര്യമാണ്. ഒന്ന് നിസ്കാരമാണ്, നിസ്കാരം സ്വർഗത്തിൻ്റെ താക്കോലാണ്. രണ്ടാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റാണ്. അപ്പോൾ ദുനിയാവിൽ ആരാണോ ഏറ്റവും കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ അധികരിപ്പിക്കുന്നത് അവർക്ക് വേഗത്തിൽ സ്വർഗത്തിൻ്റെ താക്കോലാകുന്ന ആ ദിക്റുമായി സ്വർഗത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ അധികരിപ്പിക്കുക. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ നമുക്കത് വുളു വേണമെന്നില്ല. വലിയ ശുദ്ധിക്കാരനും ചെറിയ ശുദ്ധിക്കാരിക്കും ഒക്കെ പറയാം, ജൻസസുള്ള ആളുകൾക്കും ഇല്ലാത്തവർക്കൊക്കെ പറയാവുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ. അപ്പോൾ ആ ദിക്ർ നമ്മൾ പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഇസ്രാ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയല്ലോ, അപ്പോൾ ആ സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു എന്നാണ്. ഓരോ ആകാശത്തിലും ഓരോരോ പ്രവാചകന്മാരെ അള്ളാഹുവിൻ്റെ ഹബീബ് കണ്ടു. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ 1-ാം ആകാശത്ത് വെച്ച് കണ്ടു എന്നാണ്. അതുപോലെ 2-ാം ആകാശത്ത് വെച്ച് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും യഹ്യാ നബിയെയും കണ്ടുമുട്ടി അവരോട് സംസാരിച്ചു. 3-ാമത്തെ ആകാശത്തിൽ വെച്ച് മഹാനായ യൂസുഫ് നബിയെ കണ്ടു. 4-ാം ആകാശത്ത് വെച്ച് മഹാനായ ഇദ്രീസ് നബിയെ കണ്ടു. 5-ാം ആകാശത്ത് വെച്ച് മഹാനായ ഹാറൂൻ നബിയെ കണ്ടു. അതുപോലെ 6-ാം ആകാശത്ത് വെച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കണ്ടുമുട്ടി എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ ഈ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ആ സ്വീകരണത്തിൽ അള്ളാഹു താല കൊടുത്ത കാര്യമാണ് നിസ്കാരം. അപ്പോൾ നിസ്കാരത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ മറ്റ് ഇബാദത്തുകൾക്കില്ലാത്തൊരു പ്രത്യേക നിസ്കാരത്തിലുണ്ട്. അതായത് ഇപ്പോൾ പൈസ ഉണ്ട്, ആ പൈസ നമുക്ക് കണക്കൊത്താൽ മാത്രം എന്ത് കൊടുത്താൽ മതി? സക്കാത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വഴിയായും സാമ്പത്തികമായും ശാരീരികമായൊക്കെ കഴിവുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുപോലെ നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ശാരീരികമായ പ്രയാസമുണ്ടെങ്കിൽ നോമ്പ് പിടിക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ആ നോമ്പിന് പകരമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. നിസ്കാരം അത് രോഗിയാണെങ്കിലും രോഗി അല്ലാത്തവനാണെങ്കിലും യാത്രക്കാരനാണെങ്കിലും എല്ലാവർക്കും വേണം. നിസ്കാരത്തിൻ്റെ ഫർദിൽപ്പെട്ടതാണല്ലോ നിന്ന് നിസ്കരിക്കുക. നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല, കിടന്ന് നിസ്കരിക്കാം. കിടന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കണമെന്ന നിസ്കാരത്തിൻ്റെ സുജൂദ് റുകൂഅ് അല്ലേ, അങ്ങനെ കണ്ണുകൊണ്ട് പറ്റുന്ന പോലെ നിസ്കരിക്കുക. അതിനും പറ്റുന്നില്ല എങ്കിൽ മനസ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ നിസ്കാരത്തിൻ്റെ രൂപം കൊണ്ടുവരണം. യാ അല്ലാഹ്, എന്താ നോക്കിയേ, വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒരാൾക്ക്, അയാൾ എന്ത് ചെയ്യണം, തയമ്മും ചെയ്യണം.
തയമ്മും ചെയ്യാൻ പറ്റുന്നില്ല, മണ്ണൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാതെ, ഉളു എടുക്കാതെ തയമ്മും ചെയ്യാതെ നിസ്കരിക്കണം സമയമായാൽ. അപ്പോൾ നിസ്കാരത്തിന് യാതൊരു എക്സ്ക്യൂസും അല്ലാഹു തആല തന്നിട്ടില്ല. അത് ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. അതുപോലെ മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം തന്നെ നിസ്കാരമാണ്, അല്ലേ? ഖളാ വീട്ടണം, നിസ്കാരം ഖളാ ഉള്ളവർ ഖളാ വീട്ടണം. അപ്പോൾ ഈ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ നിസ്കാരത്തിലുണ്ട്. പിന്നെ നമ്മൾ മിഅ്റാജ് നോമ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോകളിലൊക്കെ. അപ്പോൾ മിഅ്റാജ് നോമ്പിൻ്റെ കാര്യം അതിശ്രേഷ്ഠമാണ്. അന്നത്തെ 60 വർഷം നോമ്പ് പിടിച്ചവനെ പോലോത്ത പ്രതിഫലം കിട്ടുമെന്നെല്ലാം നമ്മൾ ഹദീസുകൾ ഉദ്ധരിച്ച് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പിന്നെ നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് നിയ്യത്ത് ഒന്നുകൂടി പറയുകയാണ്. എന്താണ്? വ്യാഴാഴ്ചയാണ് നോമ്പ്. അപ്പോൾ വ്യാഴാഴ്ച നോമ്പ് പിടിക്കുമ്പോൾ വ്യാഴാഴ്ച രാവിലെ തന്നെ നിയ്യത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് നിയ്യത്ത്? അല്ലെങ്കിൽ ബുധനാഴ്ച രാത്രി തന്നെ വെക്കുക, അല്ലെങ്കിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എങ്കിലും വെക്കണം. വ്യാഴാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതുപോലെ റജബ് മാസത്തിൽ നിന്നുള്ളൊരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി പിടിക്കുന്നു. അതുപോലെ മിഅ്റാജിൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതുപോലെ എനിക്ക് ഖളാ ആയി പോയ ഒരു നോമ്പ്, ഫർളായ നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ഖളാ വീട്ടുന്നു എന്നുകൂടി നമുക്ക് നിയ്യത്ത് വെച്ചാൽ ഈ 4 നോമ്പിൻ്റെയും പ്രതിഫലം കിട്ടും. പിന്നെ അന്നത്തെ ദിവസത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ദിക്ർ നമ്മൾ നേരത്തെ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. അതും ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഇത് തന്നെ മതി. പിന്നെ ഒരുപാട് ദിക്റുകൾ മഹത്തുക്കൾ പല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിപ്പോൾ മൊബൈലിലൊക്കെ ഇങ്ങനെ വരും, ഇത് 70 പ്രാവശ്യം, ഇത് 100 പ്രാവശ്യം എന്നൊക്കെ വരും. അതൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ചെല്ലാം. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയേണ്ട 2 കാര്യം, ഒന്ന് ഇസ്തിഗ്ഫാറാണ്, രണ്ടാമത്തേത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇന്ന് മുതൽ നമ്മൾ നിത്യമാക്കേണ്ട ഒരു അമൽ കൂടി പറഞ്ഞുതരാം. അതായത് നമ്മളൊക്കെ ഒരുപാട് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദ് എൻ്റെ അയൽവാസി എൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ എൻ്റെ അനുജൻ, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ ഭർത്താവ്, ഇവരൊക്കെ എന്നോട് ശത്രുതയുണ്ട് ഉസ്താദെ. ഞാൻ എത്ര നന്ദി ചെയ്താലും നല്ല കാര്യം ചെയ്താലും അവരൊക്കെ എന്നോട് ദേഷ്യമാണ്. ഇങ്ങനെ അതായത് നമ്മുടെ സ്ഥാനത്തെ, നമ്മുടെ സൗന്ദര്യത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ സംസാരത്തെ, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കണ്ണെടുത്താൽ കാണാൻ പാടില്ലാത്ത ചില അസൂയുള്ള ആളുകളുണ്ട്. ഒരുപാട് പേരുടെ അസൂയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അസൂയയിൽ നിന്നും, അതായത് നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താനും അവരുടെ ആദരവ് നമുക്ക് കിട്ടാനും ശത്രുക്കളുടെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാനും അസൂയ ഏൽക്കാതിരിക്കാൻ, സിഹ്ർ കണ്ണേർ ഏൽക്കാതിരിക്കാൻ, കരുനാക്ക് പേടി ഏൽക്കാതിരിക്കാൻ, ജീവിതത്തിൽ ഖൈറുണ്ടാവാൻ, അല്ലെങ്കിൽ ചില ആളുകൾ അവനെ കൊല്ലണം, അല്ലെങ്കിൽ ഇവനെ വെട്ടണം എന്നൊക്കെ പറഞ്ഞ് നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ദുസ്വഭാവത്തിൽ നിന്നൊക്കെ വലിയ കാവൽ കിട്ടാൻ ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമുക്ക് പറയാൻ തുടങ്ങാം. ഏതാണ് ആ ഇസ്മ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ 99 പേരുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, അല്ലേ? 99 പേരുകൾ അല്ലാഹു തആല, അസ്മാഉൽ ഹുസ്ന. അതിൽ യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന ഇസ്മ അതിശ്രേഷ്ഠമാണ്. പരമാധികാരമുള്ളവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പരമാധികാരമുള്ളവനെ എന്നാണ്. ഈ ഒരു ഇസ്മ 306, 106, 66, 16 പ്രാവശ്യം പറ്റുന്നത് പോലെ നമ്മൾ ചൊല്ലി പ്രത്യേകം ദുആ ചെയ്യുക. അപ്പോൾ എന്താണ് കിട്ടുന്ന നേട്ടം? നമ്മുടെ ശത്രുക്കളൊക്കെ പരാജയപ്പെട്ടു പോകും, അസൂയ കണ്ണേറൊന്നും ഏൽക്കുകയില്ല. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന ഇസ്മിന് ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ പല ആളുകളും കടത്തിലാണ്. അതുപോലെ തന്നെ പല ആളുകളും കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല. വീട് പണി തുടങ്ങിയിട്ടുണ്ട്, അത് വേഗത്തിലാവണം. അതുപോലെ തന്നെ ഒരു വസ്തു കളഞ്ഞുപോയി, അത് തിരിച്ചു കിട്ടണം. ചിലപ്പോൾ സ്വർണ്ണമാലയോ സ്വർണ്ണവളയൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടാകും. പിന്നെ കാശ് കയ്യിൽ നിൽക്കുന്നില്ല, കാശ് വരുന്നുണ്ട്, എങ്ങനെ ചിലവായി പോകുന്നതെന്ന് അറിയില്ല. പിന്നെ മക്കളുടെ വിവാഹ കാര്യങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, ബിസിനസ് കാര്യങ്ങളുടെ ഒരു പ്രതിസന്ധി, ഇങ്ങനെ ഒരുപാട് പ്രയാസ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു മറുമരുന്നാണ് വിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട യാ ഖാലിഖു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്. അതായത് സൃഷ്ടാവായ റബ്ബേ എൻ്റെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ് എന്നർത്ഥം വരുന്ന യാ ഖാലിഖു യാ അല്ലാഹ് എന്ന ഇസ്മ നമ്മൾ 21 പ്രാവശ്യമോ അല്ലെങ്കിൽ 31, 41, 51 പ്രാവശ്യം പ്രത്യേകം പറഞ്ഞ് അത് നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ ഇസ്മ പറഞ്ഞിട്ട് ദുആ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ വലിയ കാവലും സലാമത്തും ഉണ്ടാകുന്നതാണ്.
പിന്നെ പല സഹോദരിമാരും പറയുന്നു, ഉസ്താദ് ഭർത്താവിൻ്റെ ദുസ്വഭാവം, ഭാര്യയുടെ ദുസ്വഭാവം, മക്കളുടെ പ്രശ്നങ്ങൾ, മക്കൾ പഠിക്കുന്നില്ല, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കള്ളുകുടി, അതുപോലെ തന്നെ ലഹരി ഉപയോഗം, അതുപോലെ തന്നെ ഭാര്യയുടെ ദുസ്വഭാവം, ഇങ്ങനെ ഭാര്യയും ഉമ്മയും തമ്മിൽ വഴക്കാണ്, മക്കൾ തമ്മിൽ വഴക്കാണ്, ഇങ്ങനെ കുടുംബപരമായിട്ടുള്ള പ്രയാസ പ്രതിസന്ധികൾ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും സംശയമാണ്, അള്ള ഉണ്ടോ? ഇപ്പോൾ ഇസ്രാ മിഅ്റാജ് വരുന്നു, ഇതൊക്കെ ഉള്ളതാണോ? അങ്ങനെ ദീനിയായ കാര്യങ്ങളിൽ സംശയം, അങ്ങനെയൊക്കെ സംശയം വരുമ്പോൾ ഒരു ഇസ്മാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, യാ ഹാദി യാ അല്ലാ, യാ ഹാദി യാ അല്ലാ, യാ ഹാദി യാ അല്ലാ, സന്മാർഗത്തിലാക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. യാ ഹാദി യാ അല്ലാ. ഇതൊരു 101, 201, 301 പ്രാവശ്യം നമ്മൾ കഴിയുന്നത് പോലെ പറഞ്ഞിട്ട് പ്രത്യേകം ദുആ ചെയ്താൽ അല്ലാഹു തആല ഈ പറയപ്പെട്ട പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് കാവൽ തരുന്നതാണ്. അപ്പോൾ ഒരു 3 ഇസ്മുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 3 ഇസ്മുകൾ വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. പിന്നെയും ഒരുപാട് ഇസ്മുകൾ ഉണ്ട്, ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റജബ് മാസം നമ്മളിലേക്ക് വരികയാണല്ലോ. അല്ലാഹു തആല ഒരുപാട് നന്മകൾ ചെയ്ത് അതോടൊപ്പം തന്നെ ഈ നന്മകളെല്ലാം അല്ലാഹു തആല ഒരുപാട് നന്മകൾ മാത്രം ചെയ്താൽ പോരല്ലോ, ഈ ചെയ്യുന്ന നന്മ അല്ലാഹു സ്വീകരിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ദുആ ഇറക്കണം. പ്രത്യേകിച്ച് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ തുടങ്ങിയ ദുആകളൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിഅ്റാജ് നോമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിയ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട ദിക്ർ, സ്വലാത്ത്, അതുപോലെ തന്നെ ദുആ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 ഇസ്മുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും നമ്മളോട് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റി തരുമാറാവട്ടെ. പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു കാവൽ തരുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ഹിഫാദത്തും അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ അതിശ്രേഷ്ഠമായ ദിനമാണ്. നാളെ നമുക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.